السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. കമ്മിറ്റിയെ പിരിവാണെന്നുള്ളത് പറ്റുന്ന ആളുകളൊക്കെ ക്യാൻസർ രോഗികൾ അതുപോലെ മാരക രോഗികൾക്കുള്ള സഹായ ഫണ്ടാണ് പറ്റുന്ന ആളുകൾക്ക് സഹായിക്കാം. സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ. ഈ മാസം മഹാനരായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിഷ്ഠൂരമായി വധിക്കപ്പെട്ട മാസമാണ്. അതോടുകൂടി ദുന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിഷ്കരുണം വധിക്കപ്പെട്ട മാസമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഷഹീദായത് ദുൽഹിജ്ജിലെ 18-നാണ്, ഇതേ ദിവസത്തിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളും പകർത്താനുള്ള ഉദ്ബോധനവുമാണ് ഇന്ന് നടത്തിയത്. ദീർഘമായി ഖുത്ബയിൽ പറഞ്ഞ എല്ലാം കൂടി പറയുന്നില്ല, ഷോർട്ട് ലളിതമായി അറിയിക്കുകയാണ്. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദീനിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ഹീനമായ കൾച്ചറിലും ഗ്രസിച്ചിരുന്ന ആണ്ടുപൂണ്ട് കിടക്കുന്ന ആളായിരുന്നു. മക്കയിലുള്ള അന്നത്തെ തമ്മാടിത്തരങ്ങളിൽ പലതിനും നേതൃത്വം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതേ ആള് ദീനിലേക്ക് വന്നപ്പോൾ അടിമുടി മാറുകയും നന്മയുടെ, നീതിയുടെ, ന്യായത്തിന്റെ, സ്വസ്ഥതയുടെ, സുരക്ഷിതത്വത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ക്ഷമയുടെ, മനക്കരുത്തിന്റെ, ഈമാനിന്റെ, തഖ്വയുടെ ഒക്കെ പ്രതീകമായി, പര്യായമായി മാറി മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അവരുടെ ദീൻ പുൽകാനുള്ള കാരണങ്ങളിൽ പ്രധാനമായി പറയപ്പെടുന്ന 2-3 കാരണങ്ങളിൽ ഒന്നാണെന്ന് ഖുത്ബയിൽ കൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ ശത്രു വിഭാഗം തലയെടുത്ത് വരുന്ന ആളുകൾക്ക് 100 ഒട്ടകം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കുപിതനായി സടകുടഞ്ഞെഴുന്നേറ്റ് കൂർത്തമൂർത്ത വാളുമായി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയെടുക്കാൻ വേണ്ടി ഒട്ടകപ്പുറത്ത് കയറി നെട്ടോട്ടം ഓടുന്നതിന്റെ വഴിയിൽ മഖ്സൂം കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. അപ്പൊ കാണുന്നവരോടൊക്കെ ഭ്രാന്തിളകിയിട്ട് വെപ്രാളത്തോടു കൂടി നീ മുഹമ്മദിന്റെ ആളാണോ, ഈ മുഹമ്മദിന്റെ ആളാണോ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണെന്ന് പറഞ്ഞാൽ തല വെട്ടാൻ വേണ്ടി. അപ്പൊ ഈ ആളോട് ചോദിച്ചു, നീ മുഹമ്മദിനെ സ്വീകരിച്ചോ? അപ്പൊ ഇയാള് സ്വീകരിച്ചോ സ്വീകരിച്ചില്ല എന്ന് പറയാതെ, ഞാൻ സ്വീകരിച്ച് എന്ന് അന്വേഷിക്കണതിന് മുമ്പ് നിന്നോട് എന്നേക്കാൾ ബന്ധപ്പെട്ട ആളുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, അത് നന്നാക്കിന്റെ മതി എന്റെ അടുത്തേക്ക് വരുമെന്ന്. ധീരനായ ഉമർ സ്തംഭിച്ചുപോയി. എന്നോട് ബന്ധപ്പെട്ട ആളുകൾ സ്വീകരിച്ചു എന്നാണ്. ആരാണത് എന്ന് വെച്ചു. നിന്റെ പെങ്ങളും എന്റെ അളിയനൊക്കെ ഇതിന്റെ ആളാന്ന് പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹിന്റെ തലയെടുക്കാൻ വേണ്ടി പോകുന്ന ഉമർ ഖത്താബ് നേരെ പെങ്ങളുടെ വീട്ടിലേക്ക് വഴിമാറുക. പെങ്ങളുടെ വീട്ടിലേക്ക് പെങ്ങളെ നേരിടാൻ വേണ്ടി, അളിയനെയും ഇടിക്കാൻ വേണ്ടി ശീഘ്രം പോകുന്ന ഉമർ വീടിന്റെ അടുത്തെത്തിയപ്പോൾ അതിന്റെ അകത്ത് നിന്ന് വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേൾക്കുകയും ഒട്ടകത്തിന്റെ കുളമ്പടി ശബ്ദം കേട്ടുകൊണ്ട് പെങ്ങൾ കതകിന്റെ പഴുതിലൂടെ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഭർത്താവിനോട് പറഞ്ഞു, ഉമർ അതാ വരുന്നെന്ന് പറഞ്ഞു. ആ സമയത്ത് അവർക്ക് ഖുർആന്റെ ട്യൂഷൻ എടുത്തു കൊടുത്തിരുന്ന മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഉമറിനെ കണ്ട് പേടിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. സഈദാകുന്ന അളിയൻ നെഞ്ചു വിടർത്തി നേരെ ചൊവ്വെ വാതിൽ തുറന്നെടുത്ത് സ്വീകരിച്ചു. ഉമർ കടന്നവാടെ തീജ്വാല കണ്ണിൽ നിന്ന് പാറുന്ന ക്രോധാധിക്യം കൊണ്ട് അട്ടഹസിക്കുകയാണ്. എന്താടി ഇവിടുന്ന് ഒരു ശബ്ദം കേട്ടത്? എന്തായിരുന്നു ഇവിടെ ഞങ്ങൾ സംസാരിച്ചിരുന്നത്? അപ്പൊ അവരുടെ ഒരാളുടെ കയ്യിൽ ഖുർആന്റെ ഒരു ചെറിയ പകർക്ക് കോപ്പിയുണ്ട്. എന്ന് പറഞ്ഞാൽ എഴുതിയെടുത്ത തോലിൽ എഴുതപ്പെട്ട ചില ഫലകങ്ങൾ കാണാനുണ്ട്. ഇതെന്താന്ന് വെച്ചു. ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പെങ്ങള് പറഞ്ഞു, എന്താണ് ഉമറേ നിനക്ക് വേണ്ടത്? ഉടനെ തന്നെ അളിയനെ നേരെ തിരിഞ്ഞുകൊണ്ട്, എന്റെ പെങ്ങളെയും ദുഷിപ്പിച്ചത്, പഴപ്പിച്ചത് നീയാണെന്ന് പറഞ്ഞ് അളിയന്റെ മണ്ടക്കിട്ടുകൊണ്ട് അടിക്കുകയും ചവിട്ടി താഴ്ത്തി നെഞ്ചത്ത് കയറിയിരുന്നുകൊണ്ട് കവളത്ത് കുത്തുകയാണ്. ആ സമയത്ത് അന്ന് വരെ ഉമറിനോട് കാമ പറയാതെ മൗനം കൊണ്ട് പൂർണ്ണമായി ഉമറിനെ സ്വീകരിച്ച് ഉമറിന്റെ മുമ്പിൽ ഒച്ച വെച്ച് സംസാരിക്കാൻ പോലും പേടിച്ചിരുന്ന പെങ്ങൾ എണീറ്റുകൊണ്ട് ധൈര്യത്തോടെ ഉമറിന്റെ പെരടി പിടിച്ച് മാറ്റിയിട്ട്, എന്താ ഉമറേ
നീ ഞങ്ങളെ ഇഞ്ചിഞ്ചായി കൊന്നാലും ഈ വിശ്വാസധാരയിൽ നിന്ന് ഒരൽപ്പം പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല ഉമറേ. നെഞ്ചൂക്കോടെ ചങ്കുറപ്പോടെ അതിശക്തമായി തീജ്വാല പാറുന്ന കണ്ണുമായി ആങ്ങളയായ ഉമറിന്റെ മുമ്പിൽ പെങ്ങൾ ഗൗരവത്തോടെ ഉദ്ഘോഷിച്ച സമയത്ത് ഈ ധീരനായ വിപ്ലവകാരി ഒന്ന് സ്തംഭിച്ചു പോവുകയാണ്, വിറക്കുകയാണ്. ഇന്ന് വരെ എന്റെ മുമ്പിൽ ഒച്ച വെച്ച് ഒരക്ഷരം പറയാത്ത എന്റെ പെങ്ങൾക്ക് ഇന്ന് എന്റെ മുഖത്ത് നോക്കി ധൈര്യസമേതം ഇത് പറയാനുള്ള മനക്കരുത്ത് എവിടെ നിന്ന് കിട്ടി? ഉമർ ഒരു നിമിഷം ചിന്തിച്ചുപോയി. പെങ്ങളുടെ കയ്യിലുള്ള ഖുർആന്റെ കോപ്പി, ആ ഖുർആന്റെ ആയത്തുകൾ എഴുതപ്പെട്ട തോൽക്കഷ്ണം ഒന്ന് തരാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ പെങ്ങൾ പറഞ്ഞു, ഉമറേ, ഇത് കയ്യിന് ശുദ്ധിയില്ലാത്ത ആളുകൾക്ക് തൊടാൻ പറ്റൂല. അളിയനെ നേരിട്ടുകൊണ്ട് ഇടിച്ചതിന്റെ പേരിൽ ചോര പൊട്ടിയിട്ട് രക്തം പുരണ്ട കൈയാണ് ഉമറിന്റെ കൈ. അത് കഴുകാതെ എനിക്ക് തരാൻ കഴിയില്ല. വേഗം പോയിട്ട് ആ ധീരനായ മനക്കരുത്തുള്ള മനുഷ്യൻ വേഗം പോയി കഴുകുകയാണ്. കയ്യും കാലൊക്കെ കഴുകി പറ്റുന്ന രൂപത്തിൽ ശുദ്ധിയാക്കി തിരിച്ചു വന്നിട്ട് വെച്ചു, ഇനി ഒന്ന് തരോ നിന്റെ കയ്യിലുള്ള സ്വഹീഫ, ആ സ്വഹീഫ ഒന്ന് തരോ? പെങ്ങൾ കൈമാറി. ഉമറിങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വഹായിലാണ് കണ്ണുപോയത്. ത്വഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ. അത്ഭുതകരമായി മനുഷ്യാത്മാവിന്റെ മേൽ നിയന്ത്രണ ശേഷിയുള്ള, പ്രാസമുള്ള, ആശയ ഗാംഭീര്യമുള്ള, രഹസ്യമായ സൂക്ഷിപ്പ് സ്വത്തുകളുള്ള, വജ്രമാണിക്യ ഭാഷയായ, ഹൃദയങ്ങളിലേക്ക് പുഴ പോലെ ഒഴുകുന്ന, സാഹിത്യത്തിന്റെ പൂക്കല പോലെ അനുഭവപ്പെടുന്ന, ഭാഷയുടെ പ്രയോഗങ്ങളുടെ, സാഹിത്യത്തിന്റെ മാസ്മരിക പ്രവാഹം പോലെ ഹൃത്തടങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ഈ പ്രോജ്വലമായ രാജവചനങ്ങൾക്ക് മുമ്പിൽ ആ ധീര വിപ്ലവകാരി കീഴടങ്ങുകയാണ്. ഇങ്ങനെ പലതവണ ഓതിയപ്പോ പെങ്ങളോട് വെച്ചു, ഖുർആൻ താഴെ വെച്ചിട്ട് എനിക്ക് മുഹമ്മദ് എവിടെയെന്നൊന്ന് പറഞ്ഞു തരുമോന്ന് വെച്ചു. തലയെടുക്കാൻ വേണ്ടി ഉറയിൽ നിന്ന് വാളൂരി സടകുടഞ്ഞെഴുന്നേറ്റ് ഞൊടിയിടയിൽ ശീഘ്രം ഓടുന്ന ഉമറിന്റെ ഹൃദയത്തിൽ പരിവർത്തനത്തിന്റെ ചിന്തകൾ നൃത്തമാടുകയാണ്. ദാറുൽ അർക്കമിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കൊല്ലാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയ ഉമർ വഴിമധ്യേ പോകുന്നത് കൊല്ലാനല്ല, പുൽകാനാണ്. നേരെ മുസ്തഫ നബി ഇരിക്കുന്ന പുരയിലേക്ക് പോവുകയാണ്. ഉമറിന്റെ ശീഘ്രമായുള്ള കടന്നുവരൽ കണ്ടുകൊണ്ട് വരുന്ന ശബ്ദം കേട്ട് സ്വഹാബാക്കൾ വെപ്രാളപ്പെടുകയാണ്, പരിഭ്രാന്തരാവുകയാണ്, ഭയവിഹുലരാണ്. ആ സമയത്ത് കൂട്ടത്തിൽ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് ദീനി സ്വീകരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പേ അവർ ദീനി സ്വീകരിച്ചിട്ടുള്ളൂ. മഹാനായ അസദുല്ലാഹി ഹംസത്തുൽ ഖറാർ. ഹംസത്തുൽ ഖറാർ എണീറ്റുകൊണ്ട് പറഞ്ഞു, ആരും പേടിക്കണ്ട, ഉമർ വരുന്നത് നന്മക്കാണെങ്കിൽ ഞാൻ ഉമറിനെ സ്വീകരിക്കും. ഉമർ വരുന്നത് ദുരുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ തല ഞാൻ എന്റെ കയ്യിലെടുക്കും. എന്റെ ഹബീബിന് എന്റെ ജീവനുള്ളിടത്തോളം കാലം തൊടാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഹംസത്തുൽ ഖറാർ മുന്നിൽ അങ്ങോട്ട് വന്നു, ഉമറിനെ കയ്യോടെ അങ്ങോട്ട് പിടിച്ചു. അതൊരു പിടുത്താണ്, ഒറ്റ പിടുത്താണ്. എന്താണ് നിന്റെ വരവിന്റെ ഉദ്ദേശം? അപ്പൊ അബ്ദുൽ ഖത്താബിന്റെ മുഖഭാവമൊക്കെ കണ്ടപ്പോ ഹംസത്തുൽ ഖറാറിന് ഇല്ല, മോശപ്പെട്ട ദുരുദ്ദേശമൊന്നുമില്ല, ഗൗരവമുള്ള ചിന്ത ഒന്നുമില്ല എന്ന് മനസ്സിലായി. ഈ ഒച്ചപ്പാട് കേട്ടപ്പോ ഉള്ളിന്ന് എണീറ്റു മുഹമ്മദ് റസൂലുള്ളാഹി. ആ പൗർണമി മുഖം, മഴവില്ലിനെ തോൽപ്പിക്കുന്ന സൗന്ദര്യദായകമായ മുഖമില്ലേ, ആ മുഖത്തിൽ ചുണ്ടിൽ പുഞ്ചിരിയോടുകൂടി പുറത്തേക്ക് കടന്നു വരുന്നു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. കണ്ടപാടെ ഉമറിന്റെ നിയന്ത്രണം വിടുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഈ തലയെടുക്കാനാണ്. ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് തന്റെ തല അവിടുത്തെ കാൽക്കൽ സമർപ്പിക്കാനാണ്. അള്ളാന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവിളത്ത് ചുംബനം ചെയ്ത് ഉമർ ഇബ്നുൽ ഖത്താബ് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്.
പിന്നെ ഭയങ്കര തക്ബീറാണ് സഹാബാക്കൾ ചൊല്ലിയത്. പേടിച്ചിരിക്കുന്ന സഹാബാക്കൾ ഈ മന്ത്രം കേട്ടുകൊണ്ട് ഉച്ചത്തിൽ തക്ബീറില്ല. പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ്. ചരിത്രം പറയണു. ഇനി ഫാറൂഖ് എന്നുള്ള പേരിട്ടാൻ കാരണം കേട്ടോളിട്ടോ. ചരിത്രം പറയണു, ഈ ഇസ്ലാം കണ്ട് സ്വീകരിച്ച ഉടനെ, നാളെ മറ്റന്നാളല്ല, അന്ന് തന്നെ ഖത്താബ് റസൂലുള്ളാഹിനോടൊക്കെയാണ്, മുത്തുനബിയെ, ഇപ്പൊ മുഹമ്മദ് ഒന്നല്ല കേട്ടോ, കൊല്ലാൻ വേണ്ടി ഇറങ്ങിയ ആളാണ് ഇപ്പൊ ചോദിക്കണത്, മുത്തുനബിയെ നമ്മൾ സത്യത്തിലല്ലേ, അലസ്ന അലൽ ഹക്ക്, നമ്മളൊക്കെ സത്യത്തിന്റെ ആൾക്കാരല്ലേ? ആ ഉമറെ സംശയം കൊണ്ട് ചോദിച്ചല്ല, വേറൊരു പ്ലാൻ ഉണ്ട്. എന്തെന്നിട്ട് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? എന്നാ പിന്നെ ഇത് സ്വകാര്യായിട്ട് പൊരയിൽ ഇങ്ങനെ കൂടണോ? ഞാനിത് മക്കത്ത് കാബത്തിന്റെ അടുത്ത് പോയിട്ട് ഖുറൈശികളുടെ മുമ്പിൽ ഒന്ന് ഉറക്ക ചൊല്ലട്ടെ എന്ന് വെച്ചു. അള്ളാഹുവിന്റെ റസൂൽ സമ്മതം കൊടുക്കാനും പേടി, പക്ഷെ ഉമറാണെന്നുള്ള ധൈര്യമുണ്ട്. അന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് സമ്മതം വാങ്ങിയിട്ട് ഉള്ള ആളുകളെ 2 സഫായിട്ടാണ് നിർത്തി ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു സഫിന്റെ മുമ്പിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, മറ്റൊരു സഫിന്റെ മുമ്പിൽ ഹംസത്തുൽ കറാർ. ഈ പോക്കാണ്ട് പോവുകയാണ് കാബത്തിന്റെ അടുത്തേക്ക്. അപ്പൊ അവിടെ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, അബൂ ലഹബ് എല്ലാരും ഉണ്ട്. അവരെടേക്കാണ്ട് പോയി ഇന്നിപ്പാണ്ട് എന്നിട്ട് ചൊല്ലി ഉമർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തൊടാൻ കഴിയില്ല, ഇത് ആള് പുലിക്കുട്ടിയാണ്, വിവരാണ്ട് അറിയും. ഇവരെല്ലാരും പേടിച്ചു. കാരണം ഇനിയിപ്പോ ദീനിക്ക് എല്ലാരും ഒഴുകും. ഇതൊരു മതിലായിരുന്നു, ഇത് ഖുറൈശികൾക്കുള്ളൊരു മതിലായിരുന്നു. ഇതിമേൽ വെച്ചിട്ട് തന്നെ പണിയൊക്കെ ഒപ്പിച്ചിരുന്നത്. അതിങ്ങനെ പോകുന്നതാണ്. കൊല്ലാൻ വേണ്ടി വിട്ട ആളാണ് ഇപ്പൊ ഈ തിരിച്ചു വന്നത്. അതോടുകൂടി മക്ക പ്രകമ്പനം കൊണ്ടുവന്നാണ്. അന്നാണ് മഹാനവറുകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ ഫാറൂഖ് എന്ന് പേരിട്ടത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവരുടെ അവസാനമാണല്ലോ ഉദ്ദേശിച്ചത്. കാലം കരഞ്ഞ കഥനക്കഥ എന്നാണ് ഹുത്ബയുടെ ശീർഷകം. കാലം കരഞ്ഞ കഥനക്കഥയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം, അബൂബക്കറിന് സിദ്ദീഖിന്റെ ശേഷം 10 കൊല്ലവും ചില്ലറ മാസവുമാണ് അവർ ഭരണം നടത്തിയത്. ആ കാലത്തിനിടയിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ഇസ്ലാമിക പ്രസരണം എത്തുകയാണ്. ഇസ്ലാം വ്യാപിക്കുകയാണ്. ലോക രാജാക്കന്മാരിൽ പലരും ഉമറിന്റെ മുമ്പിൽ കീഴടങ്ങുകയാണ്. പലരും ഉമറിനോട് രാജ്യം പിടിക്കാൻ വേണ്ടി, നേതൃത്വം വഹിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. കാലം കടന്നു പോകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ചില ആളുകൾ നോട്ടപ്പുള്ളിയായി അതാ മനസ്സിൽ വെച്ചിരിക്കുകയാണ്. മജൂസിയായ ഒരു മനുഷ്യൻ അബൂ ലുഅ്ലുഅ ചരിത്രത്തിൽ വിശദമായി പറയേണ്ട കാര്യമാണ്. പരിമിതമായി ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിച്ചതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും അവസാനിപ്പിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് പള്ളിയിലേക്ക് വരുന്ന സമയം നോക്കി അബൂ ലുഅ്ലുഅ എന്ന മജൂസിയായ മനുഷ്യൻ കൂർത്തമൂർത്ത വാള് വിഷം പുരട്ടി തയ്യാറാക്കി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് വരുന്ന സമയത്ത് സഫെല്ലാം റെഡിയാക്കാൻ പറഞ്ഞ് വന്നുകൊണ്ട് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. പിന്നാമ്പുറത്ത് നിന്ന് ചാടികൊണ്ട് അബൂ ലുഅ്ലുഅ ഈറ്റപ്പുലിയെ പോലെ ഗർജിച്ചുകൊണ്ട് ആ മഹാനായ മനുഷ്യനെ തുരുതുരാ വെട്ടുകയാണ്. തുരുതുരായുള്ള വെട്ടിന്റെ ആ ആഴം കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെ കിടക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബിനെ കുത്തിയിട്ട് തിരിച്ചു പോകുന്ന ആ മനുഷ്യൻ 7 സ്വഹാബാക്കളെയും കുത്തിയെന്ന് കാണാം. ഏതായാലും സ്വഹാബാക്കളുടെ കയ്യിൽ അവൻ കിട്ടിയെന്ന് ചരിത്രത്തിൽ കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശരീരമാസകലം കുത്തുകൊണ്ട് കിടക്കുമ്പോ മഹാനവറുകൾ ചോദിച്ചത്, ആരാണ് എന്നെ കുത്തിയത് എന്നാണ്. അത് മജൂസിയായ അബൂ ലുഅ്ലുഅയാണെന്ന് കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ്, ഒരു മുസ്ലിമിന്റെ കൈ കൊണ്ട് കുത്തേൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. സ്വഹാബാക്കള് വളരെ പെട്ടെന്ന് ഈത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യേകമായ ഒരു ചാറ് കൊണ്ടുവന്ന് തൊള്ളയിൽ ഒഴിക്കുകയാണ്. അല്ലാ അല്ലാ, ആ മുന്തിരിച്ചാറ് വായിൽ ഒഴിച്ചപ്പോൾ ഒരൽപ്പം പോലും വയറിൽ തങ്ങാതെ വയറ്റിനേറ്റ കുത്തുകൊണ്ട് ആ ദ്വാരത്തിലൂടെ, വയറ് കീറിയ ഭാഗത്തിലൂടെ ഓരോ
ഈത്തപ്പഴച്ചാറും പുറത്തേക്ക് ഒലിക്കുകയാണ്. ഇതുകൊണ്ട് സ്വഹാബ കരയുകയാണ്. മറ്റൊരാള് പാല് കൊടുക്കുകയാണ്. പാല് വായിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ അതും കുടലിലൂടെ പുറത്തേക്ക് ഉറ്റി ഉറ്റി പോവുകയാണ്. ചുരുക്കത്തിൽ കൊടുക്കുന്ന ഒന്നും പള്ളയിൽ തങ്ങാതെ പള്ളയിൽ വന്ന് കീറലിലൂടെ ഓട്ടയിലൂടെ ദൂരത്തിലൂടെ പുറത്തൊലിക്കുന്ന അവസ്ഥയിൽ ജനങ്ങൾ മുഴുവനും തീരുമാനിച്ചു ഉമറിന്റെ വഫാത്ത് ഇന്ന് തന്നെ. പക്ഷേ മൗത്തിനെ പേടിയോടെ കണ്ടില്ല. തന്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, പൊന്നുമോനെ, ആയിഷ ഉമ്മയുടെ അരികിലേക്കൊന്ന് ഓടടാ മോനെ. എന്റെ ഹബീബിന്റെ അരികിൽ ഖബറിന് വേണ്ടി ഒരു സ്ഥലമുണ്ടടാ മോനെ. അത് ഉമ്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ച സ്ഥലമാണ്. നീ ഒന്ന് പോയി കെഞ്ചുമോ? ഫക്കീറായ ഉമർ ആ സ്ഥലം ഒന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പൂർണ്ണമായ തൃപ്തിയും പൊരുത്തവുമാണെങ്കിൽ തരാൻ പറ്റുമോ എന്നൊന്ന് പറയണേ മോനെ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആയിഷ ഉമ്മയുടെ അരികിൽ ചെന്നപ്പോൾ ഉമറിനേറ്റ കുത്തു കേട്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല വീട്ടിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിരിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ട ഇബ്നു ഉമർ കയറിയിട്ട് ചോദിക്കുന്നു, ഉമ്മ, ബാപ്പ അങ്ങേ പറഞ്ഞേച്ചത് അങ്ങേക്ക് വേണ്ടി അവിടെ മാറ്റിവെച്ച ആ ഖബറിനുള്ള സ്ഥലം ബാപ്പക്ക് കൊടുക്കുമോ എന്ന് അന്വേഷിക്കാനാണ്. ഇതേ സമയത്ത് ഉമർ ഒരു ആവശ്യം ഉന്നയിച്ചാൽ കൊടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല സമ്മതിക്കുകയാണ്. ഈ സമ്മതം കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഉമർ സന്തോഷിക്കുകയാണ്. സുഖമായിട്ട് കിടക്കാനുള്ള സ്ഥലം കിട്ടിയല്ലോ, ഉമർ സന്തോഷിക്കുകയാണ്. ഈ സമയത്ത് ചെറുപ്പക്കാരെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഖത്താബിനെ ഓരോരുത്തർ വന്നിട്ട് ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. നിങ്ങൾ പേടിക്കണ്ട, റസൂലുള്ളാഹിക്ക് നിങ്ങളെ ഇഷ്ടമല്ലായിരുന്നു, നിങ്ങൾ ഞങ്ങളെ നേതാവല്ലേ, ഇങ്ങനെ പലരും പറയാണ്. വലിയൊരു ചെറുപ്പക്കാർ വന്നിട്ട് വല്ലാതെ പറയണം, ഉമറേ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഞങ്ങളുടെ നീതി നടപ്പിലാക്കിയ ആളാണ്, നിങ്ങൾ ന്യായത്തിന്റെ ആളാണ്, നിങ്ങൾ സത്യത്തിന്റെ ആളാണ്, നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാണ്, നിങ്ങൾ കുടുംബത്തെ ചേർക്കുന്ന ആളാണ്, നിങ്ങൾ ഈമാന്റെ ആളാണ്, റസൂലുള്ളാന്റെ മഹബത്തുള്ളാണ്, റസൂലുള്ളാന്റെ സ്വന്തം ആളാണ്. ഇതൊക്കെ അങ്ങനെ പറയുമ്പോ ഈ ചെറുപ്പക്കാരൻ തിരിച്ചു പോകുന്ന സമയത്ത് ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കണേ, ഈ ചെറുപ്പക്കാരന്റെ വസ്ത്രം ഞെരിയാണി കീപ്പട്ടാണ്. പള്ളക്ക് കുത്തുകൊണ്ടിട്ട് തൊള്ളേക്കൂടെ ഒഴിച്ചു കൊടുക്കുന്ന ഓരോ വെള്ളം പള്ളേക്കൂടി ഉറ്റി ഉറ്റി പുറത്തു പോകുന്ന സമയത്ത് ചോരയിൽ കുളിച്ച് വേദനയിൽ കടിച്ചു കിടക്കുന്ന ഈ മനുഷ്യൻ ഈ രംഗം കണ്ടപ്പോ പറയാണ്, മോനെ 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 ഇർഫിയാബക്, ഞെരിയാണി മോൾക്ക് തുണി പൊന്തിക്കടാ മോനെ. ഏത് സമയത്താണ് പറയണെന്ന് നോക്കണം. നെരിയാണി മോൾക്ക് തുണി പൊന്തിക്കടാ മോനെ. അതാണ് റബ്ബിന് ഇഷ്ടം, അതാണ് തഖ്വ. ഞെരിയാണി കീഴെ തുണി എടുക്കുന്നത് ശരിയല്ല. പള്ളക്ക് കുത്തുകൊണ്ടിട്ട് പള്ള കയറിയിട്ട് തൊള്ളയിൽ ഒഴിക്കുന്ന വെള്ളം പള്ളയിലൂടെ ഒഴുകുന്ന സമയത്ത് ഞെരിയാന് താഴെയുള്ള വസ്ത്രം പൊക്കാൻ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പള്ളിയിലേക്ക് വരുമ്പോൾ പാന്റ് ഞെരിയാണിക്ക് താഴെയല്ലേ, അങ്ങാടിയിൽ തുണി ഞെരിയാണിക്ക് താഴെയല്ലേ, വണ്ടിയിൽ പോകുമ്പോൾ തുണി ഞെരിയാണിക്ക് താഴെയല്ലേ, നിനക്ക് കുത്തു കിട്ടിയിട്ടുണ്ടോ? ഈ രംഗമെങ്ങാനും മഹാനരായ അമീറുൽ മുഅ്മിനീൻ കാണുകയാണെങ്കിൽ നമ്മളൊക്കെ മുസ്ലിമീങ്ങളായി അവരെ വിലയിരുത്തുമോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് ഫാഷനാണ് ഞെരിയാണി കീഴെ തുണിക്കെടുക്കാന്നുള്ള ഫാഷനാണ്, ഒന്ന് പൊക്കിയെടുക്കാൻ ലജ്ജയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ മഹാനായ ഉമറിനെ ആളുകളെല്ലാം കൂടി കഫൻ ചെയ്തുകൊണ്ട് ഖബറിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന രംഗണ്ട്. പൊട്ടിക്കരയാണ് സഹാബാക്കൾ മുഴുവനും. ആ സമയത്ത് ഒരാൾ മുഖം പൊത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അവരിടയിലൊക്കെ സ്നേഹം അങ്ങനെയാണ്. ഒരാളിങ്ങനെ മുഖം പൊത്തിയിട്ട് പറയണ്ട, ഉമറെ ബേജാറാകണ്ട ഉമറെ, ഇന്നീ സമയത്ത് റസൂലല്ലാഹ്, അള്ളാന്റെ റസൂല് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഖറജതു അന വ അബൂബക്കറിൻ വ ഉമറു, ഖറജതു അന വ അബൂബക്കറിൻ വ ഉമറു, ഞാനും എന്റെ അബൂബക്കറിന്റെ ഉമറും പുറപ്പെട്ടു. ഞാനും എന്റെ അബൂബക്കറിന്റെ ഉമറും ആ മലമ കയറി, ഞാനും എന്റെ അബൂബക്കറിന്റെ ഉമറും അങ്ങോട്ട് പോയി, ഞാനും എന്റെ അബൂബക്കറിന്റെ ഉമറും ഇവിടെ ഇരുന്നു. ഇങ്ങനെ പലതവണ ഉമറേ, നിങ്ങളുടെ പേര് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട നാവിൽ നിന്ന് അബൂബക്കറിന്റെ കൂടെ വന്ന് വീഴുന്നത് ഞാൻ കേട്ടതാണ്. അതുകൊണ്ട് ധൈര്യമായി പൊയ്ക്കോ ഉമറേ, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ അവരുടെ രണ്ടുപേരുടെയും കൂടെ സ്വർഗത്തിലാണ് ഉമറേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുപൊത്തി കരഞ്ഞു പറയുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അവരുടെ ധീരോദാത്തമായ ഗുണപാഠ നിർഭരമായ
ഈ അധ്യായങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്താവുന്നത് മുഴുവനും ചേർത്ത് പിടിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് രാവിലെയും അവരെ കുറിച്ചാണ് പറഞ്ഞത്, ഇന്ന് ഉച്ചയ്ക്കും അവരെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് രാത്രി എനിക്ക് മഴക്കാലത്ത് പരിപാടി കുറവാണ്, പക്ഷെ ഇന്ന് പരിപാടി ഉണ്ട്. ഇന്നും ഇൻഷാ അല്ലാഹ് രാത്രി ഇതിന്റെ ബാക്കി അവിടെ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദദ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അവരുടെ ബറക്കത്തോട് നമുക്ക് ഇസ്സത്ത് നൽകട്ടെ. ഐബുകളൊക്കെ മറച്ചേറ്റെ. അള്ളാഹു സിയാത്തൊക്കെ ഹസനാത്താക്കി തരട്ടെ. അള്ളാഹു രോഗങ്ങളൊക്കെ മാറ്റി തരട്ടെ. അള്ളാഹു പ്രയാസങ്ങളും കടങ്ങളൊക്കെ വീട്ടിത്തരട്ടെ. അള്ളാഹു ദീനിന് വേണ്ടി കൂടെ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും രണ്ട് ലോകത്തും ഇസ്സത്ത് നൽകണേ അല്ലാ. അവർക്കുള്ള മുറാദുകളൊക്കെ ഹാസിലായി കൊടുക്കണേ അല്ല. തടസ്സങ്ങളൊക്കെ നീക്കി കൊടുക്കണേ അല്ല. പ്രയാസങ്ങളൊക്കെ അകറ്റി കൊടുക്കണേ അല്ല. അവരിൽ നിന്ന് ഞങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും ഖബറുകൾ സന്തോഷമാക്കണേ അല്ല. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല. അതൊക്കെ ത്വാഅത്തിലും മദ്ഹിലും ദഅവയിലും ആക്കി തരണേ അല്ല. ദഅവത്തിനുള്ള സൗകര്യങ്ങൾ തുറന്നു തരണേ അല്ല. ആരോഗ്യം നൽകണേ അല്ല. ഓർമ്മ നൽകണേ അല്ല. ആളുകളെ നൽകണേ അല്ല. നാടുകളെ നൽകണേ അല്ല. ആയുസ് നൽകണേ അല്ല. പിൻഗാമികളായ പ്രവാചകന്മാരെ കണ്ടല്ലാതെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار امته ومن محبيه واغفر لنا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين الحمد لله رب العالمين.